നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് റൈറ്റ്സ് ലിമിറ്റഡ്. റൈറ്റ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.64% ഉയർന്ന് 295 ക്ലോസിംഗ് നൽകി. 14,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.17, ഡിവിഡൻഡ് ഈൽഡ് 2.67%, 52 വീക്ക് ലോ 235, 52 വീക്ക് ഹൈ 412. റൈറ്റ്സിന് റിപ്പബ്ലിക് ഓഫ് ഗയാനയുടെ സൈഡിൽ നിന്നും ഹൈവേ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് $97 മില്യൺ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈ ഓർഡർ ലഭിച്ചതുവഴി കമ്പനിയുടെ ഓർഡർ ബുക്കിൽ 3.55% വളർച്ച ഈ ക്വാർട്ടറിൽ വന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിക്ക് ഏകദേശം 6,355 കോടി രൂപയുടെ ഓർഡർ ആയിരുന്നു ലഭിച്ചത്. ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ ടോട്ടൽ ഓർഡർ 6,581 കോടിയായി ഉയരുകയും ചെയ്തു. കമ്പനിക്ക് ഇപ്പോൾ പ്രതിദിനം ഓരോ ഓർഡർ എന്ന റേറ്റിൽ ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. റീസെൻ്റ്ലി ഛത്തീസ്ഗഡിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ക്യാമ്പസ് നിർമ്മിക്കുന്നതിന് വേണ്ടി 148 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് റായ്പൂറും റൈറ്റ്സ് എന്ന കമ്പനിക്ക് നൽകിയിരുന്നു. റൈറ്റ്സ് എന്ന കമ്പനി റെയിൽ നെറ്റ്വർക്ക്, റെയിൽ സ്റ്റേഷൻസ്, റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് 50-ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. റെയിൽ മോഡേണൈസേഷൻ കൂടാതെ റോഡ് കൺസ്ട്രക്ഷൻ, അർബൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് തുടങ്ങിയ സെക്ടറുകളിലും കമ്പനിക്ക് പ്രാഗൽഭ്യമുണ്ട്. റൈറ്റ്സ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 20% റിട്ടേൺ നൽകുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 110 കോടിയിൽ നിന്നും 82 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 7% ഇടിഞ്ഞ് 582 കോടിയിൽ നിന്നും 541 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 23% ഇടിഞ്ഞ് 138 കോടിയിൽ നിന്ന് 106 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റൈറ്റ്സ് ഇപ്പോൾ 296 ട്രേഡ് ചെയ്യുന്നു. 270 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 300 എന്ന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 350, 400 തുടങ്ങിയ ലെവലുകളിലേക്ക് റൈറ്റ്സ് ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അൾട്രാടെക് സിമെൻറ്റുമായി ബന്ധപ്പെട്ടത്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.6% ഇടിഞ്ഞ് 11,857 ക്ലോസിംഗ് നൽകി. 3.41 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.2. അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യൻ സിമെൻറ്റിനെ അക്വയർ ചെയ്യുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യൻ സിമെൻറ്റിൻ്റെ 32.72% സ്റ്റേക്കുകൾ 3,954 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നത്. ഈ അക്വിസിഷൻ വഴി സൗത്ത് റീജിയനിലേക്ക് അൾട്രാടെക് സിമെൻറ്റിന് അതിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഏകദേശം 32% മാർക്കറ്റ് ഷെയറാണ് സൗത്തേൺ ഗ്രേ സിമെൻറ്റ് മാർക്കറ്റിൽ ഇന്ത്യൻ സിമെൻറ്റിനുള്ളത്. ഈ അക്വിസിഷൻ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഭാരത് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.25% ഇടിഞ്ഞ് 313 രൂപയ്ക്ക് ക്ലോസിംഗ് നൽകി. 2.29 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 50.48, ഡിവിഡൻഡ് ഈൽഡ് 0.70, 52 വീക്ക് ഹൈ 340, 52 വീക്ക് ലോ 151. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് 500 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, ലേസർ റേഞ്ച് ഫൈൻഡർ എക്യുപ്മെൻറ്റ്, ടെസ്റ്റ് എക്യുപ്മെൻറ്റ് ഫോർ ഗൺ സ്പെയർ സർവീസ് എന്നിവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ ബെൽ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ ഓർഡർ 8,194 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, പ്രമുഖ എമർജിംഗ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് മാനേജറായ മാർക്ക് മൊബിയസ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെയും എയ്റോസ്പേസ് സെക്ടറിനെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിശേഷിപ്പിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇവിടെ വരും സമയങ്ങളിൽ ചൈനയെ ഇന്ത്യ മറികടക്കും. പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഭരണകാലത്ത് ട്രംപ് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് മുകളിൽ ചില റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇത് ടെക്നോളജി സെക്ടറിൽ മാത്രമല്ല ടെക്നോളജി ഉപയോഗിക്കുന്ന സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിൽ കാരണമാകും. എയ്റോസ്പേസ് സെക്ടർ വരും സമയങ്ങളിൽ മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിക്കുമെന്നും മാർക്ക് മൊബിയസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ BEL അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. 270 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 313 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 340, 350 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്